അങ്ങനെ നമ്മുടെ സുഭാഷേട്ടൻ ഹരീഷിനെയും നികേഷിനെയും വിളിച്ചുണർത്തിയിട്ട് പറയുന്നുണ്ട്, എടാ നമ്മൾ കാരണം നീതിക്ക് ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല, നീ നമ്മൾ കാരണം അവൾക്ക് വേണ്ടാത്ത പേരൊന്നും കേൾക്കണ്ട, അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇവിടുന്ന് വേറെ മാറി താമസിക്കാമെന്ന് പറയണ്ട. ആ സമയത്ത് നികേഷിനാണെങ്കിൽ വല്ലാത്ത വിഷമാവുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷേട്ടൻ പറയണ്ടേ, എടാ നമുക്ക് അടുത്ത് തന്നെ ഇവിടെ ഒരു വീട് നോക്കിയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് മാറാം, സുധീഷും നിധിയും ഇവിടെ സുഖമായി കഴിയട്ടെ, നമുക്ക് ഇടയ്ക്ക് അവർ വന്ന് കാണാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ സുധീഷാണെങ്കിൽ നീട്ടിട്ട് പറയണ്ട, ആ കൊള്ളാം, നിങ്ങളുടെ എല്ലാവരുടെ പ്ലാൻ വളരെ നല്ലതാണ്, പക്ഷെ അത് നടക്കില്ല സുഭാഷേട്ട. നിധി ഇതൊരിക്കലും സമ്മതിക്കില്ല. അവൾ പറയും, ഞാൻ എന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് നിങ്ങളെല്ലാവരും കൂടി വേറെ താമസിക്കാമെന്ന് പറഞ്ഞാൽ അവൾ സമ്മതിക്കും, അല്ലാതെ അവൾ എൻ്റെ ഒപ്പം ഒരിക്കലും താമസിക്കില്ല, വെറുതെ നിങ്ങൾ പറയാൻ പോകണ്ടെന്ന് പറയണ്ടേ, എന്നെ നാണം കെടുത്തണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും സുഭാഷേട്ടൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അവളോട് പറയാൻ തീരുമാനിച്ചു, നാളെ രാവിലെ ഞാൻ അവളോട് പറയാം, നീ ഇതിൽ ഇടപെടണ്ട, നിങ്ങളൊക്കെ ഇപ്പോൾ സുഖമായി കടന്നുറങ്ങി, ഇതിപ്പോൾ എൻ്റെ തീരുമാനം നിങ്ങളെ ഒന്ന് അറിയിച്ചു എന്ന് മാത്രം എന്ന് പറയുന്നുണ്ട്. എന്തായാലും എല്ലാവരും കടന്നുറങ്ങുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആവേണ്ട നീതി വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷേട്ടൻ പറയേണ്ട, മോളെ എനിക്കൊരു തീരുമാനം നിന്നെ അറിയിക്കാണ്ട്, നിൻ്റെ അഭിപ്രായം എന്താ വെച്ചാൽ പറയുമെന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ നിധി പറഞ്ഞോളൂ സുഭാഷേട്ടാന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ സുഭാഷ് പറയുന്നുണ്ട്, നാട്ടുകാരൊക്കെ പറയാലോ, ഇനി ആൾക്കാർ പറയണ്ടല്ലോ നിന്നെ വേണ്ടാത്തത്, അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ ആ 4 ആൾക്കാർ മാറി താമസിക്കാമെന്ന് വിചാരിച്ചു, നീയും സുധീഷും ഇവിടെ കഴിഞ്ഞോ എന്ന് പറയുന്നത്. ആ സമയത്ത് നിധി പറയുന്നുണ്ട്, എന്താ സുഭാഷേട്ടൻ പറയണത്, ഇയാളുടെ അപ്പം ഞാൻ ജീവിക്കേ, നമ്മളെല്ലാവരും കൂടി പോയിട്ട് സുധീഷ് വേണമെങ്കിൽ ഇവിടെ ഒറ്റയ്ക്ക് ജീവിച്ചോട്ടെ എന്ന് പറയുന്നുണ്ട്. ഞാൻ എന്താ ഈ മറുപടി കേൾക്കാത്തെന്ന് വിചാരിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുന്നത് നമ്മുടെ സുധീഷ്. എന്തായാലും നിധി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും നിങ്ങൾ എങ്ങോട്ടും പോകേണ്ട, ആൾക്കാരുടെ വായെന്ന് ഒരിക്കലും നമുക്ക് മൂടി കെട്ടാൻ പറ്റില്ല, അതുകൊണ്ട് സുധീഷേട്ടൻ ഇവിടെ തന്നെ വേണം. എനിക്കിത് ആലോചിക്കുമ്പോൾ പണ്ട് എൻ്റെ മുത്തശ്ശി പറഞ്ഞ ഒരു കഥയാണ് ഓർമ്മ വരുന്നത്. ഒരു കഴുതി ഒരു മനുഷ്യൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, അയാളുടെ കയ്യിലാണെങ്കിൽ താങ്ങാൻ പറ്റാത്ത ഭാരം താങ്ങിക്കൊണ്ടാണ് അയാൾ പോകേണ്ടായിരുന്നത്. അപ്പോൾ ആൾക്കാർ പറയുന്നത്, ഇയാൾ എന്തിനാണ് ഈ ഭാരം താങ്ങണത്, ഇയാൾക്ക് ആ കഴുതയുടെ മേലെ വെച്ചുകൂടെ എന്ന് ചോദിക്കേണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ ഇയാൾ വേഗം ആ കഴുതയുടെ മേലെ ആ ഭാരം വെച്ചു. അതിന് കഴിഞ്ഞ് കുറച്ച് ദൂരം എത്തിയപ്പോൾ ആൾക്കാർ പറയൽ തുടങ്ങി, എന്തിനാ മിണ്ടാപ്രാണീനെ എങ്ങനെ ദ്രോഹിക്കണം, അയാൾക്ക് അത് ഏറ്റിക്കൂടെ, എന്തിനാ അതിൻ്റെ മേലെ എല്ലാ ഭാരം കൊടുക്കണമെന്ന് വിചാരിക്കും. അപ്പോൾ അയാൾ വേഗം അയാളെടുത്തു. പിന്നെ ആൾക്കാർ വിചാരിക്കേണ്ടത്, എന്തിനാ ഇയാൾ ഇങ്ങനെ നടന്നു പോണേ, ഇയാൾക്ക് ആ ഭാരം അതിൻ്റെ മുകളിൽ കഴുതയുടെ മുകളിൽ വെച്ചിട്ട് അയാൾക്കും കയറിയിരുന്നൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അയാളും കയറിയിരുന്നു, അയാളുടെ ഭാരം കഴുതയുടെ മുകളിൽ വെച്ചു. കുറേ ദൂരം ചെന്നപ്പോൾ ആൾക്കാർ വീണ്ടും കളിയാക്കി. അങ്ങനെ കളിയാക്കി ഇയാൾ മാറി 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 അവസാനം കഴുതി അയാൾ ക്ഷീണിച്ച് അവിടെ കടന്നു. ഇതിൻ്റെ കഥ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ആൾക്കാരുടെ വായ നമുക്ക് ഒരിക്കലും മൂടി കെട്ടാൻ പറ്റില്ല സുഭാഷേട്ട, ഒന്നില്ലെങ്കിൽ ഒന്ന് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇപ്പോൾ ആരും എങ്ങോട്ടും പോകണില്ല, എല്ലാവരും ഇവിടെ തന്നെ നമുക്ക് ജീവിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നീതി ഉള്ളിൽ പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് നീട്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ അപ്പളേ ഏട്ടനോട് പറഞ്ഞു അവൾ എന്നെ നാണം കെടുത്തും, ഇത് കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പോൾ സുഭാഷേട്ടൻ ഇത് പറഞ്ഞത് എന്നൊക്കെ പറയുന്നത്. എന്തായാലും സുഭാഷേട്ടനൊന്നും ഉണ്ടാതെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് എന്തായാലും നമ്മുടെ ഹരീഷ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് സുധീഷ് അവിടേക്ക് ചെന്നിട്ട് ചോദിക്കേണ്ടത്, എന്താണ് എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. ആ സമയത്ത് അവൻ പറഞ്ഞു, എനിക്ക് നീതുവിനെ കാണണം, നിനക്കിപ്പോൾ നീതുവിനെ കാണണം അത്രയല്ലേ ഉള്ളൂ, വായ പുറപ്പെടുമെന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടി നീതുവിനെ കാണാൻ പോകുന്നുണ്ട്. നീതുവിനെ കാണാൻ പോണ സമയത്ത് അപ്പോൾ അവളുടെ വീടെത്തിയപ്പോൾ നമ്മുടെ ഹരീഷിനാണെങ്കിൽ പേടി വരുന്നുണ്ട്. അവൾ അവിടെ വണ്ടി നിർത്തിയിട്ട് പറയുന്നുണ്ട്, ഇനി എന്താ ചെയ്യാന്ന് പറയേണ്ടത്. ആ സമയത്ത് നമ്മുടെ സുധീഷ് പറയുന്നത്, നിൽക്ക് ഞാനൊരു വഴി ഉണ്ടാക്കി തരാമെന്ന് പറയുന്നത്. അത് കൂടെ ഒരു പെൺകുട്ടി പോകുന്നുണ്ട്. ആ പെൺകുട്ടിയോട് നമ്മുടെ സുധീഷ് പറയുന്നത്, നിന്നെ കാണാൻ വലിയ ഭംഗിയാണ്, നീ കോളേജ് പഠിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ പെൺകുട്ടിയെ സോപ്പ് ഇട്ടിട്ട് പറയുന്നുണ്ട്, എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ, അവിടുത്തെ ആ വീട്ടിലെ നീതുവിനെ ഒന്ന് വിളിച്ച് കൊണ്ടുവരുമോ എന്ന് പറയും. എൻ്റെ അനിയനും നീതും തമ്മിൽ പ്രേമമാണ്, പക്ഷേ ഇപ്പോൾ അവരുടെ വീട്ടുകാരെ അറിഞ്ഞു, അതുകൊണ്ട് ഞങ്ങളാണ് ഇവിടെ നിൽക്കണമെന്ന് പറയേണ്ട, ഒരു പെൺകുട്ടിയാണ് ഇവിടെ നിൽക്കണം, അവളാണ് വിളിക്കണമെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. അതനുസരിച്ചിട്ട് ആ പെൺകുട്ടി നീതുവിൻ്റെ വീട്ടിലേക്ക് കയറിപ്പോണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്.